എജ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷയ്ക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്? രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടി. തൂത്തുക്കുടിയിലാണ് രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത്? ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം? ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല? രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട്. വയനാട് ജില്ലയാണ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല. ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത്? ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് AM ഖാൻവിൽക്കർ. AM ഖാൻവിൽക്കറാണ് ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത? അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണി. ഷീന റാണിയാണ് അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി? 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ S ഫൈസി. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ S ഫൈസിയാണ് 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി. ലോകത്തിലാദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കിയ കമ്പനി? ലോകത്തിലാദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കിയ കമ്പനി ബജാജ്. ബജാജാണ് ലോകത്തിലാദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കിയ കമ്പനി. ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത? ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. സാറ ജോർജ് മുത്തൂറ്റാണ് ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത? ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്വിസ് മിർ. ബിൽക്വിസ് മിറാണ് ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവൽ 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ? 30 വർഷങ്ങൾക്ക് ശേഷം 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ഇന്ത്യൻ സിനിമയാണ് 30 വർഷങ്ങൾക്ക് ശേഷം
2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ടത്. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലി. ആർ വൈശാലിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ പോൾ മണലിൽ. ഡോക്ടർ പോൾ മണലിലാണ് നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യരചനകൾ. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യരചനകൾ രാമചരിതമാനസ്, പഞ്ചതന്ത്രം, സഹൃദയലോക ലോകന. രാമചരിതമാനസ്, പഞ്ചതന്ത്രം, സഹൃദയലോക ലോകന എന്നീ സാഹിത്യരചനകളാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യരചനകൾ. ജപ്പാനെ പിന്നിലാക്കി സൗരോർജ ഉൽപ്പാദനത്തിൽ ലോകത്തെ മൂന്നാമത്തെ രാജ്യമായി മാറിയത്. ജപ്പാനെ പിന്നിലാക്കി സൗരോർജ ഉൽപ്പാദനത്തിൽ ലോകത്തെ മൂന്നാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യ. ഇന്ത്യയാണ് ജപ്പാനെ പിന്നിലാക്കി സൗരോർജ ഉൽപ്പാദനത്തിൽ ലോകത്തെ മൂന്നാമത്തെ രാജ്യമായി മാറിയത്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ 2023 യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റി. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ 2023 യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി. MG യൂണിവേഴ്സിറ്റിയാണ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ 2023 യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയത്. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് കൊല്ലം. കൊല്ലത്താണ് കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുര. ഗോപിചന്ദ് തോട്ടക്കുരയാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി. രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത്. രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് വിഴിഞ്ഞം. വിഴിഞ്ഞത്താണ് രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപ്പൻബെക്ക്. ജെന്നി എർപ്പൻബെക്കാണ് 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി. ജെന്നി എർപ്പൻബെക്കിൻ്റെ കൈറോസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. കൈറോസിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് മൈക്കൽ ഹോഫ്മാനാണ്. നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത. നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയനാണ് നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത. കേരള നിയമസഭ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള നിയമസഭ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ എൻ കൃഷ്ണകുമാർ. ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഭാസ്കറിൻ്റെ കൃതി. 2023 മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഭാസ്കറിൻ്റെ കൃതി ന്യൂസ് റൂം, ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ. ന്യൂസ് റൂം, ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ എന്ന കൃതിക്കാണ് 2023 മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്.
രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം. രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത്. മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി ചുമതലയേറ്റ മലയാളികൾ. മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി ചുമതലയേറ്റ മലയാളികൾ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി ചുമതലയേറ്റ മലയാളികൾ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ലോകത്തിലെ ആദ്യ 100% ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം. ലോകത്തിലെ ആദ്യ 100% ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ആദ്യ 100% ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദൻ. മേഘ മുകുന്ദനാണ് അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത. 2023 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചവർ. 2023 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചവർ പ്രൊഫസർ പാറശാല രവി, കലാവിജയൻ, TM എബ്രഹാം. മൃദംഗത്തിൽ പ്രൊഫസർ പാറശാല രവിക്കും, മോഹിനിയാട്ടത്തിൽ കലാവിജയനും, നാടക സംവിധാനത്തിൽ TM അബ്രഹാമിനുമാണ് 2023 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം നേടിയത്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം നേടിയത് വസുധൈവ കുടുംബകം, ദ വേൾഡ് ഈസ് ഫാമിലി. ആനന്ദ് പട്വർദ്ധൻ സംവിധാനം ചെയ്ത വസുധൈവ കുടുംബകം, ദ വേൾഡ് ഈസ് ഫാമിലി എന്ന ഡോക്യുമെൻ്ററിക്കാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി. വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ. കേരളത്തിൻ്റെ പുതിയ ദേവസ്വം മന്ത്രി. കേരളത്തിൻ്റെ പുതിയ ദേവസ്വം മന്ത്രി VN വാസവൻ. VN വാസവനാണ് കേരളത്തിൻ്റെ പുതിയ ദേവസ്വം മന്ത്രി. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സഞ്ജന താക്കൂർ. സഞ്ജന താക്കൂറാണ് 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത്. സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം എന്ത് ചേർക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്? സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം എന്ത് ചേർക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുകൂടി ചേർക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് വിക്രം മിശ്രി. വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്
ജസ്റ്റിസ് നിതിൻ ജംദാർ. ജസ്റ്റിസ് നിതിൻ ജംദാറാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ഗൗതം ഗംഭീർ. ഗൗതം ഗംഭീറാണ് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കർ. മനു ഭാക്കറാണ് ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ ഹേമ കമ്മീഷൻ. ഹേമ കമ്മീഷനാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ മ്യൂസിയം. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ മ്യൂസിയം സ്മൃതിവൻ ഭൂകമ്പ സ്മാരക മ്യൂസിയം. ഗുജറാത്തിലെ ഭുജിലുള്ള സ്മൃതിവൻ ഭൂകമ്പ സ്മാരക മ്യൂസിയമാണ് യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ മ്യൂസിയം. 2024 ICC T20 ലോകകപ്പ് ജേതാക്കൾ. 2024 ICC T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയാണ് 2024 ICC T20 പുരുഷ ലോകകപ്പ് ജേതാക്കൾ. യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത്. യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത് ഗ്വാളിയോർ. മധ്യപ്രദേശിലെ ഗ്വാളിയോറാണ് യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആർ ശ്യാംകൃഷ്ണൻ. മീശക്കള്ളൻ എന്ന ചെറുകഥയ്ക്ക് ആർ ശ്യാംകൃഷ്ണനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായത്. ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം. ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം പുഷ്പക്. പുഷ്പകാണ് ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം. ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി. ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തിയാണ് ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി. IPL മാതൃകയിൽ കേരളത്തിൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. IPL മാതൃകയിൽ കേരളത്തിൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കേരള ക്രിക്കറ്റ് ലീഗ്. കേരള ക്രിക്കറ്റ് ലീഗാണ് IPL മാതൃകയിൽ കേരളത്തിൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. 2023 അർജുന അവാർഡ് നേടിയ മലയാളി. 2023 അർജുന അവാർഡ് നേടിയ മലയാളി M ശ്രീശങ്കർ. ലോങ് ജംപ് താരമായ M ശ്രീശങ്കറാണ് 2023 അർജുന അവാർഡ് നേടിയ മലയാളി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.